നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബർ ആകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹമാണ് യൂട്യൂബിൽ ഇടുന്ന വീഡിയോകളെല്ലാം നല്ല രീതിയിൽ വ്യൂ വരണം, സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകണം, നല്ല റീച്ചിലേക്ക് ചാനൽ പോകണം, അതിലൂടെ നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ സാധിക്കണം എന്നുള്ളത്. പക്ഷെങ്കിൽ എല്ലാവരുടെയും കാര്യത്തിൽ ഇത് നടന്നു എന്ന് വരത്തില്ല. അപ്പോൾ ഇതൊക്കെ നടത്തി എടുക്കണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ വരുന്ന എല്ലാ മാറ്റങ്ങളെക്കുറിച്ചും എല്ലാ അപ്ഡേറ്റുകളെ കുറിച്ചും അറിഞ്ഞിരിക്കണം. ഇപ്പോൾ യൂട്യൂബിൽ ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു അപ്ഡേറ്റ് കറക്റ്റായിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നല്ല രീതിയിലുള്ള റീച്ച് വരാനുള്ള സാധ്യതയുണ്ട്. നമുക്കിന്ന് അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഇടുന്ന ലോങ് വീഡിയോസിനേക്കാളും കൂടുതൽ റീച്ച് ഷോർട്ട് വീഡിയോ ഇടുന്ന ചാനലുകൾക്കാണ്. ലോങ് വീഡിയോ ഇടുന്നവരുടെയൊക്കെ കാര്യം ഇല്ലാത്തൊരവസ്ഥയിലാണ്, വളരെ റീച്ച് കുറഞ്ഞ വ്യൂ ഇല്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് മിക്ക ചാനലുകളും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഷോർട്ട് വീഡിയോസിലൂടെ തന്നെ നമ്മുടെ ലോങ് വീഡിയോ ചാനലിൽ വ്യൂ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് ഇപ്പോൾ യൂട്യൂബ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണെന്ന് പറഞ്ഞു തരാം, വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകേണ്ട, അവസാനം വരെ കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്തതിന് ശേഷം മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ തരുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഞാനിവിടെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്, അതായത് ക്രിയേറ്റർ സ്റ്റുഡിയോ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നിങ്ങൾ മൊബൈൽ ഫോണിൽ നിന്നാണ് ഈ കാര്യം ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കിയാൽ മതി. ക്രിയേറ്റർ സ്റ്റുഡിയോ ഓപ്പൺ ആക്കി ഞാൻ ഡാഷ്ബോർഡ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഡാഷ്ബോർഡിൽ ഇവിടെ റൈറ്റ് സൈഡിൽ ന്യൂസ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ ഇവിടെ നമുക്ക് ഈ കിടന്ന ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 ന്യൂസുകൾ പുതുതായിട്ട് വന്നിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ആദ്യത്തെ ന്യൂസാണ് വെർട്ടിക്കൽ ലൈവ് സ്ട്രീമിംഗ് ഈസ് ഹിയർ എന്ന് പറയുന്ന ഒരു പുതിയ അപ്ഡേറ്റ്. ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഹൊറിസോണ്ടലായിട്ട് ക്യാമറ ഇങ്ങനെ പിടിച്ചുകൊണ്ടുള്ള വീഡിയോകളാണ് ലൈവ് ചെയ്യുന്നത്. എന്നാൽ ഇനി മുതൽ നമുക്ക് വെർട്ടിക്കലായിട്ട് ഇതേപോലെ ലൈവ് സെക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ യൂട്യൂബ് പറഞ്ഞിരിക്കുന്നത് ബിൽഡ് സ്ട്രോങ്ങർ കണക്ഷൻ വിത്ത് യുവർ ഓഡിയൻസ് ത്രൂ എ ഫുൾ സ്ക്രീൻ മൊബൈൽ വ്യൂയിങ് എക്സ്പീരിയൻസ്. വെർട്ടിക്കൽ ലൈവ് ഓൾസോ ഷോ അപ്പ് ഇൻ എ ഡെഡിക്കേറ്റഡ് ലൈവ് ഷോർട്ട് ഫീഡ് ഗിവിംഗ് യു ദ ഓപ്പർച്യൂണിറ്റി ടു റീച്ച് ന്യൂ വ്യൂവേഴ്സ്. അതായത് പുതിയ ആളുകളിലേക്ക് എത്തിപ്പെടാനായിട്ട്, അതായത് നമ്മളുടെ ഇപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ ചാനൽ അല്ല എന്നുണ്ടെങ്കിൽ, ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും വെർട്ടിക്കൽ ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഷോർട്ട്സ് ഫീഡിലും കാണിക്കും. നമ്മുടെ വീഡിയോയിലേക്ക് കൂടുതൽ റീച്ച് വരും, കൂടുതൽ വ്യൂസ് വരും. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ലേൺ മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അറിയാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, ഏതൊക്കെ ഡിവൈസുകളിൽ നിന്നും ചെയ്യാനായിട്ട് സാധിക്കും, കമ്പ്യൂട്ടറിൽ നിന്നും ആൻഡ്രോയിഡ് ഫോണിൽ നിന്നും ഐഫോണിൽ നിന്നും ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ മൊബൈൽ ഫോൺ, വെബ് ക്യാമ്, എൻകോഡർ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയും വെർട്ടിക്കൽ ലൈവ് സ്ട്രീം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വെർട്ടിക്കൽ ലൈവ് സ്ട്രീമിനെ കുറിച്ച് ഇവിടെ യൂട്യൂബ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് നിങ്ങളുടെ ചാനൽ കയറിയിട്ട് ഡാഷ്ബോർഡിൽ നിന്ന് ഈ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ചെയ്യാറുള്ളത് ഈ ലൈവ് സ്ട്രീം വർക്ക് ആവുന്നത് എങ്ങനെയാണെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഇതുവരെ സത്യത്തിൽ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? എനിക്കൊരു 10 വർഷമൊക്കെ കഴിഞ്ഞ് യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഞാൻ ഒരു പ്രാവശ്യം പോലും യൂട്യൂബിൽ ലൈവ് ചെയ്തിട്ടില്ല. എനിക്ക് ലൈവ് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുവരെ അത് ചെയ്ത് നോക്കിയിട്ടില്ല. എന്നാൽ മുമ്പോട്ടുള്ള സമയത്ത് ഞാനൊരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട്, ലൈവ് സെക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം എങ്കിലും ലൈവ് പോവുക, പുതിയ ക്രിയേറ്റേഴ്സിന്റെ ചാനലുകൾ ചെക്ക് ചെയ്യുക, അവരുടെ ചാനൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ നോക്കി എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞ് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ടിപ്സുകൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ലൈവ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ലൈവിന്റെ ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നിങ്ങളുടെ കമന്റുകൾ ഇന്നത്തെ കമന്റിൽ കൂടുതലും ഈ ഒരു കാര്യം ആയിരിക്കണം, എന്നെങ്കിൽ മാത്രമേ ആ കമന്റ് നോക്കിയതിന് ശേഷം എനിക്ക് അടുത്ത ദിവസം അങ്ങനെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ലൈവ് സെഷൻ വരുന്നത് എല്ലാവർക്കും പ്രയോജനം ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ അത് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വെർട്ടിക്കൽ ലൈവ് സെഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ യൂട്യൂബ് ആപ്പ് ഓപ്പൺ ആക്കി പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഗോ ലൈവിൽ ക്ലിക്ക് ചെയ്തു. ഇങ്ങനെ ഒരു ഇന്റർഫേസ് വന്നു. ഇവിടെ ഒരു പെൻ ഐക്കൺ ഉണ്ട്, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വിസിബിലിറ്റി ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും, ഓഡിയൻസ് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് സെലക്ട് ചെയ്യുക. ഗോ ലൈവ് ടുഗദർ, അതായത് നമുക്ക് മറ്റൊരാളെ കൂടെ നമ്മുടെ ലൈവിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാൻ സാധിക്കും. ഇനി ഇവിടെ ഒരു അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എനേബിൾ മോണിറ്റൈസേഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലൈവിന്റെ മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ഓറിയന്റേഷൻ ഇവിടെ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് വെർട്ടിക്കലാണ്. ഹൊറിസോണ്ടൽ ലൈവ് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഹൊറിസോണ്ടൽ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഹൊറിസോണ്ടലായിട്ട് മൊബൈൽ വെച്ച് ലൈവ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളിവിടെ വെർട്ടിക്കലാണ് ഇപ്പം നോക്കുന്നത്, പുതുതായിട്ട് വന്ന ആ ഒരു ഫീച്ചറാണ്. റെക്കമെൻഡഡ് അതാണ് യൂട്യൂബ് പറഞ്ഞിരിക്കുന്നത്. കാരണം കൂടുതൽ റീച്ചിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വെർട്ടിക്കൽ ലൈവ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് ഇവിടെ യൂട്യൂബ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളത് സെറ്റ് ചെയ്തു. അതിനുശേഷം നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സിൽ ക്ലിക്ക് ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇവിടെ തംബ്നെയിൽ ആഡ് ചെയ്യണം. അതിനായിട്ട് ഈ പെൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടേക്ക് എ തംബ്നെയിൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തംബ്നെയിലിന് വേണ്ടി ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഫോട്ടോ ഇവിടെ തംബ്നെയിലിന് വേണ്ടി ആഡ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ ഗോ ലൈവിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലൈവ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ ലൈവ് പോയി കാണിക്കുന്നില്ല, നിങ്ങൾക്ക് ഇവിടെ ഗോ ലൈവ് എന്നുള്ള ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വെർട്ടിക്കൽ ലൈവ് സെക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഇങ്ങനെ ലൈവ് ചെയ്യുന്നത് ഷോർട്ട് വീഡിയോയിലേക്കായിരിക്കും പോകുന്നത്. അതായത് മറ്റൊരു
മറ്റുള്ളവർ ഇപ്പം ഷോർട്സ് ഈ വെർട്ടിക്കലായിട്ട് ലൈവ് ചെയ്യുന്ന ഷോർട്ട് സെക്ഷനുകളിലേക്ക് നമ്മുടെ വീഡിയോയും ലൈവ് സെക്ഷനും ചെല്ലും. അപ്പോൾ ആളുകൾ സ്വൈപ്പ് ചെയ്ത് പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ലൈവ് അവിടെ കയറി വരാനും ആളുകൾ കാണാനുള്ള സാധ്യതയുണ്ട്. അതിലൂടെ കൂടുതൽ പുതിയ ഓഡിയൻസിലേക്ക് നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോയും റീച്ച് ചെയ്യപ്പെടുകയും നമുക്ക് കൂടുതൽ ഗ്രോ ചെയ്യാനുള്ള ഒരു സാധ്യത ഇതിലൂടെ തെളിഞ്ഞു വരികയും ചെയ്യും. അപ്പം മാക്സിമം നിങ്ങൾ നിങ്ങളുടെ വീഡിയോകളിൽ നിങ്ങളുടെ ചാനലിൽ ഈ ഒരു വെർട്ടിക്കൽ ലൈവ് സെക്ഷൻ ചെയ്ത് നോക്കുക. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലോങ് വീഡിയോസ് ചെയ്യുന്ന ചാനലാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലൂടെ പ്രയോജനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.